അപ്പൊ സതീശിനെ വിളിപ്പിച്ചെന്താന്ന് വെച്ചാലേ എന്റെ മോന്റെ കാര്യം അറിയാമല്ലോ. പിന്നെ ഇയാളെ അമേരിക്ക സെറ്റിലാണ്. പക്ഷേ അമേരിക്കയിലാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഞാൻ തന്നെ മുമ്പിട്ട് നിൽക്കണം. ഒരു കാർ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. കല്യാണ കാര്യത്തിലും അത് തന്നെ ഞാൻ തന്നെ പിടിച്ച് കെട്ടിച്ചത്. ഇപ്പം അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു വീട്. പിന്നെ ഒളച്ചിൽ എനിക്ക് ചെറിയൊരു സ്ഥലമുണ്ട്, അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ വാങ്ങിച്ച കാര്യം. റോഡ് സൈഡ് മേടിച്ചിട്ടൊന്നും. അതെ. അപ്പം അവിടെ നല്ലൊരു വീട് പണിയണം. കാല് എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം, എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ വൃത്തിക്ക് എനിക്ക് കാര്യം നടക്കണം. നീറ്റായിട്ട് സെറ്റാക്കി തരാം. എൻ്റെ ഭഗവാനെ, എത്ര നാളെന്ന് വെച്ചാൽ വല്ലോൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെ പണിയെടുക്കുന്നേ. എൻ്റെ വാക്ക് കേട്ട് പണിയെടുക്കാൻ ഒരു 5-6 പേരെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ എത്ര കോടി വേണോ ഞാൻ മുടക്കും. തിരകം വന്ന് നോക്കുമ്പോ ഇവിടെ ഞെട്ടണം. അതുപോലെ വൃത്തിക്ക് മനക്ക് നല്ലൊരു വീടായിരിക്കണം. പറഞ്ഞ വേണ്ട ചവിട്ടം നല്ല ഉറപ്പാ. ഒരു 6 മാസത്തേക്ക് നല്ല ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല സാറേ. ഇനിയിപ്പോൾ എന്തായാലും വീട് കൊണ്ട് തുടങ്ങുമ്പോൾ അഡ്വാൻസ് ഒന്നും എനിക്ക് വേണ്ട. പണി കഴിഞ്ഞാൽ ഒരുമിച്ച് എനിക്ക് തന്നാൽ മതി. അഡ്വാൻസിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അതിനൊക്കെ വിശ്വസ്തയായിട്ടൊരാളുണ്ട്. മോൻ വരുന്നുണ്ടോ? മോനല്ല, പിന്നെ സുലോചനെ. നീ തന്നെ. ഞാനോ? നിന്നെ ഉദ്ദേശിച്ചേ. അയ്യോ, എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല. കുഴപ്പമില്ല സുലു, എന്തായാലും ഞാനവിടെ ഉണ്ടാവും. ഫുൾ ടൈം ഞാൻ എന്തായാലും സൈറ്റിലുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അയ്യോ, ഇത്രയും വലിയൊരാളുടെ അടുത്ത് പോയി ഓരോന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് ഇപ്പം കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ഞാൻ തരും. ഞാൻ നോക്കാം. ഡോ, അവിടെ സൈറ്റിൽ ഒരു കുറവും വരരുത്. ഇവള് പറയുന്ന പോലെ അങ്ങ് കേട്ടാൽ മതി കേട്ടോ സുലോചനെ. എനിക്ക് ഭയങ്കര തലവേദനയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. നിനക്ക് എന്നാ ആവുന്നേ? ഞാൻ ഇന്നലെ പണിയെടുത്തായിരുന്നു. 2 കട്ട ഞാനാ മാറ്റിയിട്ട്. 2 കല്ലോ? അതുകൊണ്ട് എന്തായാലും എന്നിട്ട് അതിൻ്റെ മേടിച്ചിട്ടങ്ങ് പോയില്ലയോ? ചാന്ത് കൂട്ടണോ? ചാന്ത് നീ കൂട്ടം കുറയ്ക്കുന്നത് വേണ്ട. ഇടി അങ്ങേര് പറഞ്ഞ പെണ്ണുമ്പോൾ ഇപ്പോൾ നോക്കാൻ വരും. അവരാകെ ഇച്ചിരി പാവമൊക്കെ ഒതുക്കത്തിറക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാ. ചെല്ലേ പ്ലീസ്. ഇനി പോട്ടെ. എന്തുകൊണ്ടല്ലേ വരുന്നേ? ഇവരെന്തിങ്ങനെ? തന്റെ പണിക്കാരെന്തിയടോ? നമസ്കാരം മുതലാളി. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ പോകാറുമ്പോ ഇതുപോലെ ചൂലും കൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു 100 തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ലേ? അതെ, സാർ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. പണിയിൽ കള്ളത്തരം കാണിക്കാവുന്ന ആരും വിചാരിക്കേണ്ട, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. കേട്ടല്ലോ? എന്റെ പൊന്നു സുലോചന. സുലോചനയോ? മാഡം എന്ന് വിളിച്ചാൽ മതി. കാരണം സാർ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണും. എന്നെ മാഡം എന്ന് വിളിച്ചാൽ മതി. തന്റെ മേലുദ്യോഗസ്ഥയാണ് ഞാൻ. കേട്ടോ? എന്റെ പൊന്നു മേഡം, മേഡം ഈ കാണിച്ചു തന്ന ഈ പ്ലോട്ടിൽ നല്ല ഒന്നാന്തരം ഒരു സ്വർഗരാജ്യം ഞങ്ങൾ തരാം. നിങ്ങൾ എന്ന് ഇവിടെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഉടായ്പ ഇവിടെ നടക്കത്തില്ല. ആ പണി എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. നീയൊക്കെ എങ്ങനത്തെമാരാന്നും ഇവിടൊക്കെ എന്തൊക്കെ ഉടായ്പ നടക്കുമെന്നും ഒരു പണിയിൽ എന്തൊക്കെ ഉടായ്പ കാണിക്കാമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, കണ്ട്രാക്കണ്ണോ അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കത്തില്ല. കണ്ട്രാക്കണ്ണന്റെ കൂടാന്നോ നീ? നിന്റെ പേരെന്തുവാ? രാധിക. നീ എന്തുവാ? മിഥുൻ. നീയോ? സച്ചി. കൊള്ളാം, നല്ല പേര്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മാനം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് പണിയെടുത്ത് ഉടായ്പ കാണിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ പറപ്പിക്കും ഞാൻ. ഡോ, ഇവരെന്തെങ്കിലും കാണിച്ച് തന്നോടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അത് ഇയാൾ മറക്കണ്ട കേട്ടല്ലോ. എൻ്റെ 2 കണ്ണും 2 കൈയും 2 കാലും എപ്പോഴും ഇവിടെ കാണും. തൻ്റെ പുറകെ കാണും. ഉടായ്പ കാണിക്കാന്ന് വിചാരിക്കണ്ടേ കേട്ടല്ലോ. ജ്യൂസ് എടുക്ക്.
ഇന്നിവിടെ കുറെ പണി നടക്കും. ഇപ്പം പാറ ഇറക്കിയല്ലേ? എത്ര പാറയുണ്ട്? 4 ലോഡ് പാറ വന്നിട്ടുണ്ട്. ലോഡോ? ആ ലോഡല്ലേ ഞാൻ ചോദിച്ചത്. എണ്ണം എത്ര ഉണ്ട്? എണ്ണോ? ഒരു ലോഡിൽ എത്ര പാറയുണ്ട് അതേ ഇൻറ്റു 4 അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പാറ അല്ലേ എനിക്ക് കുത്തിരുന്ന് എണ്ണാനോ? എണ്ണണം. പിന്നെ തനിക്ക് എന്തോ ഇവിടെ പണി? ഞാൻ തന്നെ പണിക്കാരോട് ഇരുന്ന് എണ്ണ. എണ്ണാൻ പറയടോ. എണ്ണടാ. പേട്ട് ഏതാ നല്ലത് ഏതാന്ന് മാറ്റി തിരിച്ചിട്ട് പൊള്ളയുള്ളതൊക്കെ ഇങ്ങോട്ട് വിട്ട് നല്ലതൊക്കെ അങ്ങോട്ട് വിട്ട് നല്ലത് വെച്ച് വേണം ഇവിടെ ഫൗണ്ടേഷൻ കെട്ടാൻ. മാഡം ഇത് പേട്ട. ആ മിടുക്കൻ. അവൻ തന്നെ പോലല്ല, ബുദ്ധിയുണ്ട്. ഇതും പേട്ട. ആ ഇതും പേട്ട. ആഹാ ഇതും പേട്ട മാഡം. ആഹാ ഇതും പേട്ട. ഇതും പേട്ട. ആഹാ കണ്ടോ ആ പേട്ടാന്ന് കാണിക്കാനുള്ള അവരുടെ ഒരു ശുഷ്കാന്തി ഉത്സാഹം കണ്ടോ? കണ്ട് പഠിക്കടോ. അങ്ങോട്ട് മാറിയിട്ടെ. പിന്നെ ഈ പാറയിലൊക്കെ എന്തുവാ അഴുക്കിരിക്കുന്നേ? ഈ പാറയെ ഒന്ന് കഴുകിയിട്ട് ഫൗണ്ടേഷൻ കെട്ടിയാൽ മതി. ഈ പാറ എല്ലാം ഇരുന്ന് കഴിവണോ ഞാൻ? ആ എന്റെ പിന്നെ പാറ മണന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സോപ്പ് പൊടിക്കകത്ത് മുക്കിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ വീട്ടിലൊരു സാധനം വയ്ക്കുമ്പോൾ കഴുകിയല്ലേ ഉപയോഗിക്കുന്നത്? സിമെന്റ് ഒക്കെ ഭിത്തി തേച്ചിട്ട് ഭിത്തി കഴുകത്തില്ലേ? അപ്പോൾ എന്തുവാ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ വേണം. പൂജ ചെയ്തിട്ട് ചെയ്യുന്നതാ. ആൾക്കാരെ പറ്റിക്കാമെന്ന് ഇയാൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് ഓരോ പാറയും നല്ല സോപ്പിട്ട് ഓരച്ച് കഴുകി വേണം ഫൗണ്ടേഷൻ കെട്ടാൻ. കേട്ടല്ലോ? ഒരു ജ്യൂസ് എടുത്തു, ദാഹിക്കുന്നു. ഞാൻ കാര്യം ചെയ്യട്ടെ, ഇത് അടുക്കള സൈറ്റോ? എടാ എനിക്ക് അറിഞ്ഞൂടാ ഈ പെണ്ണും പിള്ളി. അല്ല, തക്കാളി എഴുന്നതിനോട്ട് മൊത്തം കഴിയിടാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. കണ്ടാക്കേ ഇനി ശരിക്കും മാഡം പറഞ്ഞത് ഇത് മൊത്തം പേട്ടാണോ? എന്തിനാ പറഞ്ഞോളാം തീരെ കയറി ഉണ്ട് കേട്ടോ അതിന്. എന്റെ ദൈവം, ഈ 4 ലോഡ് പാറയിലൂടെ ഞാൻ മാറേണ്ടി വരൂ. ഇതെന്തുവാ? അത് കേരക്ക. അണ്ണാ കുറച്ച് അമർത്തം കൊണ്ട് നമ്മളെ വെള്ളം ഇത് മതിയായിരുന്നു. മതി. കുഞ്ഞുകളി അല്ല അണ്ണാ ഇത്. അതെ ഓ, ഇതെന്തോ ഈസ്റ്റോ എന്തുവാ? ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, സിമെന്റും പാറപ്പൊടിയാ. അതല്ലേ ഞാൻ ചോദിച്ചത്. ഈ മണ്ണ് ഈസ്റ്റു, സിമെന്റ് ഈസ്റ്റു, വെള്ളം ഈസ്റ്റു, പാറപ്പൊടി ഈസ്റ്റു, ആ ഈസ്റ്റു എന്തുവാ ഈസ്റ്റു? നക്കി നോക്ക്. ഇത് എവിടുന്നാ കോരിയെ? ചെയ് ചെയ് ചെയ്. മിഥുനല്ലയോ? ഇതിന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ എന്തിനാ ഒരു സ്റ്റെപ്പിനി? ഇതിങ്ങനെ ചെയ്യുന്ന രീതിയാ. ആ രീതി വേണ്ട, വേറെ പണിയെടുക്ക് പോയി. സമയം കളയും. ഇത് എന്തിനാ ഈ തുണി പൊക്കി കാണിക്കുന്നേ? അങ്ങോട്ട് കുഴച്ചേ അങ്ങോട്ട്. അയ്യോ അതെ, ഇതേ കുഴക്കട്ട കുഴക്കാനുള്ളതല്ല, ഇത് കുഴച്ച് ഭിത്തി തേക്കാനുള്ളതാ. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. ആ ചെയ്തോളാം. അല്ല ഇയാളെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്റെ പിന്നെ ഞാനായിരുന്നു കോൺട്രാക്ടർ. ഞാൻ ഇവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആ ഞാനാ ഇവിടുത്തെ കോൺട്രാക്ടർ ഇപ്പം. കേട്ടോ, ഞാനാ പണിയെ. ഇയാൾ പോയി പണി ചെയ്യും. ജോലിക്കൊള്ളൻ. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന്. ആ പെട്ടെന്ന്. ആ ആ അങ്ങോട്ട്. പെട്ട് 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 പെട്ട്. കണ്ടു പഠിക്കടോ, കണ്ടു പഠി. ഇത് മെറ്റിലെടുത്ത് കളയാതിരിക്കടി. മൊത്തം പേട്ട അണ്ണാ. ഇതും പേട്ട്. ബോള് കളയടി. പേട്ട് പേട്ട്. എന്റെ പൈസ. കണ്ടാ കണ്ണാ എന്താ കടി വാങ്ങിച്ചേരാതെ ഇപ്പം? എനിക്ക് വേണ്ട, ഇല്ലെങ്കിലും ചായ എങ്ങനെയുണ്ട്? കടുപ്പം കുറച്ച് കുറവാ. ഓ പോയി പണിയെടുത്താട്ടാ. ഇഷ്ടമാണ്. അതെ ഈ കൊച്ചിനെ ഈ തുണി ഇങ്ങനെ പൊക്കിത്താക്കുന്നതിനും കൂടെ ചേർത്തിട്ടാണോ പൈസ കൊടുക്കുന്നേ? ഓ പണിയെടുക്ക പോയി. ഞാൻ എന്റെ കോൺട്രാക്ടറാണ്. പണിയെടുക്കാൻ നല്ല പേര് കോൺട്രാക്ടർ. എന്തുവാടേ ഇത്? പ്രിങ്ങോ? ഇതിനെന്തോ അണ്ണ ഇതടാ എന്റെ പേരെ കയറി ഇരിക്കുന്നേ.
ഡോ വരല്ലേ ഇങ്ങോട്ട് വരല്ലേ നിക്ക്. എന്താ എന്റെ ദൈവം ഇങ്ങോട്ട് വരല്ലേ പോവാൻ. പണിയെടുക്കടോ. നിങ്ങളോട് പോയാലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ. താനെന്താ ഇരുന്ന് കളിക്കുന്നോ? പണിയെടുക്കടോ. എന്റെ പൊന്നു പെണ്ണുമ്പോൾ ഇവിടെ പോവാൻ മഴ പെയ്യുന്നു ഇപ്പൊ. മഴയോ? നോക്കുന്നേ മഴ വരുന്നെന്ന് പറഞ്ഞേ. മഴ വരുന്നത് കാണാൻ പറ്റത്തില്ലെന്ന് മാറണമെന്ന്. പണിയെടുക്കണോ? ഞാൻ ഇയാൾ പണി എടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് അവിടെ പണി കഴിയും. എവിടെ? കറണ്ട് എന്തി ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായ കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് പപനിസ നിസസനി പപനിസ നിസസനി സരിഗമ പദനിസ സരിഗമ അരെ ഞാൻ കൊള്ളാലോടെ തീപ്പെട്ടിക്കൊള്ളി. താങ്ക് യു ചേച്ചി. ഇങ്ങനെ ഞൊടിക്കുമ്പോഴേ പൈസ തരുന്നാനേ ഇവിടെ ഡാഡിയല്ലേ ഇവിടെ പൈസ കൊടുക്കുന്നേ. എന്റെ മുതലാളിയാ കേട്ടോ. സലിപപ്പാ പവനിപ്പാ പോയി പണിയടി. അയ്യോ ഇതെന്തോടെ സിഗ്നേച്ചറോ ഇതിന്റെ തുണി പോക്കി കാണിക്കല്. ആ അതെന്തുവാടാ? പണിയെടുക്കടാ. ദേ എൻ്റെ മുതലാളി വന്നിട്ടുണ്ട്. നിൻ്റെയൊക്കെ കള്ളത്തരം കണ്ടുപിടിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് ഈ വീട് പണിയിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ഒന്നും നിങ്ങളൊന്നും എടുക്കണ്ട, ഞാൻ മാത്രമേ എടുക്കത്തുള്ളൂ. ഡോ വാ മുതലാളി എടുത്തോട്ട് വാ, പണിയെടുക്കും. മുതലാളിയുടെ സ്വപ്ന ഭവനം റെഡിയായി. ഇവരൊക്കെ കള്ളത്തരം കാണിക്കാൻ നോക്കി, പക്ഷെ ഞാൻ ഉണ്ടായോണ്ട് ഒന്നും നടന്നില്ല. ഞാനുള്ളതുകൊണ്ട് ഞാനതെല്ലാം കൈയോടെ പിടിച്ച് നല്ല അടിപൊളി വീട് മുതലാളിയുടെ സ്വപ്ന ഭവനം റെഡി ആയിട്ടുണ്ട്. എനിക്കറിയാൻ പേടിക്കുകയാണ്, അതെല്ലാം നമ്മൾ കാണും വേണ്ട രീതി കേട്ടോ. പറഞ്ഞു കൊടുക്കടോ. സാറേ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടുക്ക് മറ്റേ ഹാള്, പിന്നെ നമ്മൾ 2 ബെഡ്റൂമാണ് സാറ് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു പാസേജ് കൊടുത്തിട്ട് അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. അത് ഇവരുടെ നല്ല രീതിയിലുള്ള ഇത് കൊണ്ടിട്ട് അത് മൊത്തത്തിൽ പൊളിച്ചു കളയും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാസ്തുപ്രകാരം അത് കാര്യങ്ങൾ ശരിയല്ല. ഞാൻ അവിടെ ഒരു ലിവിംഗ് റൂം ആക്കിയിട്ടുണ്ട്. 2 ലിവിംഗ് റൂം ഉണ്ട് അഡീഷണൽ ആയിട്ട്. അത് എൻ്റെ ബോണസ്. അത് 2 പണിപ്പിച്ചാൽ അതിൻ്റെ വേറെ ബില്ലുണ്ട്, അത് ഞാൻ തരാം. പിന്നെ അത് മേളത്തെ നിലയോട്ട് പോകുന്നത് നമ്മൾ സ്റ്റെയർ അടിച്ച് കഴിഞ്ഞു. സ്റ്റെയർ അടിച്ചിട്ട് മേളിൽ ഒരു 3 ബെഡ്റൂം, പിന്നെ അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. അതും ഇവർ കാരണം അത് പോയി കിട്ടി. ഞാനിവിടെ പൈസ ലാഭിച്ച ഒരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂമാണ്. ആ ഒരു ബാത്റൂമിൽ 2 ഡോർ വെച്ച് ഞാൻ പൈസയും ലാഭിച്ചു, സ്പേസും ലാഭിച്ചു. അടിപൊളിയായി സൂപ്പർ അവിടെ ഡെക്കറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് മനസ്സിലായി. മൊലയുടെ റൂമിലാണ് ആ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊലയ്ക്ക് എനിക്ക് പെടുക്കാൻ കയറണമെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞിട്ട് മറ്റേ ഡോർ ചവിട്ടി പിടിച്ചോണം, അല്ലെങ്കിൽ കുറ്റി ഇടണം, അല്ലെങ്കിൽ 2 കഥ എടുത്ത് തള്ളി പിടിച്ചോണം. പിന്നെ ആരും വന്ന് കയറി കണ്ടു കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മുതലാളി, ഞാൻ കൈ ഒഴിയും. കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് വേണ്ട മുതലാളി. തന്നെ ഞാൻ നല്ല വൃത്തിയായിട്ട് ഒരു പൈസ ആവാതെ വളരെ ലാഭകരമായിട്ട് ഞാൻ അടിപൊളി തന്നെ ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വിൻഡോ പണിഞ്ഞ് വെച്ചേക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവാത്തത് സ്റ്റെയർ വന്ന കുറച്ച് പൈപ്പ് അധികം കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് ഞാൻ ഇവിടെ എല്ലാം അടുപ്പിച്ച് അങ്ങ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിനാണ് എനിക്കറിയത്തില്ല, അത് ഇവരുടെ സോക്കേട് മാത്രമാണ്. മുതലാളി പറ, മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടമായോ? മൊയ് ഇഷ്ടമായി. പക്ഷെ നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കണേ? നോക്ക് വേണ്ടെന്ന്. ആ ഇതേത് വീട്? ഇതല്ലേ മുതലാളിയുടെ 2 കോടിയുടെ വീട്. ഇതോ? എന്തിനാ അടിച്ചേ? ഈ വീടിന് ഓപ്പോസിറ്റ് കൊണ്ടുവെക്കാൻ പറഞ്ഞ എന്റെ വീട്. ഈ വീടിന്റെ ഓപ്പോസിറ്റ് ഇല്ല, അത് അടുക്കള ഭാഗത്താണ് വീട് കൊണ്ട് കെട്ടുന്നത്. കണ്ടവരെ പറമ്പില് ഇതാണ് എന്റെ പ്ലോട്ട്. നിനക്കാരാണ് പ്ലോട്ട് കാണിച്ചു തന്നെ? നീ മേടിച്ച് താമസിച്ചാൽ മതി. എന്റെ ശൂന്യമായ പ്രദേശം ആർക്കൊണ്ടെങ്കിൽ